PM ശ്രീ പദ്ധതി മരവിപ്പിക്കലിൽ കേന്ദ്രത്തിന് അയക്കാനുള്ള കത്ത് തയ്യാറായി. മുഖ്യമന്ത്രി പരിശോധിച്ചതിന് ശേഷം കേന്ദ്രത്തിന് അയക്കും. ചീഫ് സെക്രട്ടറിയാണ് കത്ത് തയ്യാറാക്കിയത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി. ഹരി, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നിന്റെ പരിസമാപ്തിയിലാണ് ഇങ്ങനെ ഒരു കത്തിന്റെ കാര്യം തീരുമാനമായത്. ഇപ്പോൾ കത്ത് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയതായി അറിയുന്നു. മുഖ്യമന്ത്രി എപ്പോൾ ഈ കത്ത് പരിശോധിക്കും? കത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേന്ദ്രത്തിലേക്ക് ഈ കത്ത് അയക്കുകയുള്ളൂ. പക്ഷേ ഇതിൽ ഒരു സംഭവം ഇനി നടക്കാനിരിക്കുന്നതും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആശങ്ക എന്ന് പറയുന്നതും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ തന്നെ കേന്ദ്ര ഫണ്ട്, മറ്റ് SSK ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അത് അന്ന് ഈ പ്രഖ്യാപന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടുമെന്നാണ്. പക്ഷേ ആ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെയും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഈ PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ചീഫ് സെക്രട്ടറി കത്തയക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഫണ്ട് നമുക്കിനി കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ. അതായത് ആദ്യ ഗഡുവായ ഏകദേശം ഒരു 319 കോടിയോളം രൂപയാണ് ഈ ആഴ്ച നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കേരളത്തിനും കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ അത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് മറ്റ് നിർദ്ദേശങ്ങളില്ലല്ലോ ഹരികൃഷ്ണ. കാരണം ഇപ്പോൾ പഞ്ചാബ് സമാനമായ വിധത്തിൽ ഒരു കത്തയച്ച് ഞങ്ങൾ ഇതിന്റെ ഇംപ്ലിമെന്റേഷനിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ ഫണ്ട് തടഞ്ഞു വെച്ചു. പിന്നെ ഫണ്ട് കിട്ടാതെ വന്നപ്പോഴാണ് വീണ്ടും അവർ ആ പദ്ധതി പുനരാരംഭിച്ചത്. സ്വാഭാവികമായിട്ടും പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഫണ്ട് കിട്ടില്ല എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമല്ലേ? കാര്യമാണ്. പക്ഷേ SSK ഫണ്ടുമായി ബന്ധപ്പെട്ടും SSK മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രൊസീഡിങ്സ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ അറിയിക്കേണ്ട പ്രൊസീഡിങ്സ് ഉണ്ട്. അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആദ്യ ഗഡു കിട്ടേണ്ടിയിരുന്ന ആ പ്രൊസീഡിങ്സ് എല്ലാം പൂർത്തിയാക്കി കഴിയുകയും ചെയ്തു. SSK ഡയറക്ടറുമായി സംസാരിക്കുമ്പോൾ പറയുന്നതാണ്. പക്ഷേ ഇതുവരെ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ പ്രൊസീഡിങ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ PM ശ്രീ ഒപ്പുവെച്ച ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ആദ്യ ഗഡു അനുവദിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ ചീഫ് സെക്രട്ടറിയുടെ കത്ത് ഇനി പോകാനിരിക്കുന്നതേ ഉള്ളൂ കേന്ദ്രത്തിലേക്ക്. അതുകൂടി പോയി കഴിഞ്ഞാൽ അതിലൊരു കൺഫർമേഷൻ വരും. പക്ഷേ സ്വാഭാവികമായിട്ടും ആ പദ്ധതിയിൽ നിന്ന് നമ്മൾ പിന്മാറുകയാണെങ്കിൽ മറ്റു ഫണ്ടുകൾ ഇപ്പോൾ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലെ ഈ ഫണ്ടുകളും മറ്റുമൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. നിലവിൽ തന്നെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒപ്പിട്ടത് കൊണ്ട് തന്നെ SSK ഫണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് കിട്ടാനുള്ള സാധ്യതയില്ല.